ഹായ് ഗേസ്, നമുക്കിതൊരു പനീർ മസാല ഉണ്ടാക്കിയാലോ. അതിനായി ഒരു ചട്ടി ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. മസാല കൂട്ടുകളായ കറുക, ഗ്രാമ്പു, ജീരകം ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ചുവന്ന മുളക് കൊണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ കൂടി വഴറ്റി നന്നായിട്ട് ബ്രൗൺ കളർ ആവണ തന്നെ എടുക്കണം. ചട്ടി നമുക്ക് മൂടി വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പം വേഗം വഴറ്റി കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ട് അതൊന്ന് വഴറ്റണം കേട്ടോ. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെച്ച് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ ആ ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ പനീറൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് റെഡ് ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും അത്. വറുത്തെടുത്ത പനീറങ്ങട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആ പാത്രത്തിൽ തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാള ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് കുറച്ച് ബ്രൗൺ കളർ ആവണ വരെയെങ്കിലും വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ ആറാൻ വേണ്ടി വെച്ചിരുന്ന കൂട്ട് അടിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അതങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ഇടുക. ചെറിയൊരു ചൂടിൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ വേണ്ടി തന്നെ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.